കേരളത്തിൽ BJPക്ക് വലിയൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റിയ അവസരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എത്ര സീറ്റ് വരെ നേടും എന്നുള്ള കാര്യത്തിൽ വളരെ കൂലങ്കുഷമായിട്ടുള്ള ചർച്ചയൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പല നിരീക്ഷകരും വ്യത്യസ്ത അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. BJP കണക്ക് കൂട്ടുന്നത് അവരേതാണ്ടൊരു 20 സീറ്റിലധികം അവർക്ക് വിജയസാധ്യത ഉണ്ടെന്നാണുള്ള കണക്ക്. 10 ഇടങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളുമാണ്. 10 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ BJP ഇവിടെ കേരളത്തിൽ കുതിക്കും എന്നല്ലേ അതിൻ്റെ സാരം. അപ്പൊ ഇത്തവണ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്താമോ BJPക്ക്? BJPക്ക് ഇപ്പോൾ സീറ്റൊന്നും ഇല്ലല്ലോ. അവർക്ക് ഈ തവണ 2 മുതൽ 10 വരെ സീറ്റ് കിട്ടും. മിനിമം 2. പുരോഗതിയാണല്ലോ, ഒന്നും ഇല്ലാതെ ഇന്ന് വന്നത്. അത് 2 എണ്ണം കിട്ടുന്ന ഒന്ന് നേമത്തെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. രണ്ടാമത് ഉള്ളത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. ഈ നേമത്ത് ശിവൻകുട്ടി വലിയ ജനകീയനല്ലേ? ജനകീയനൊക്കെയാണോ? പിന്നെന്തുകൊണ്ടാ അങ്ങനെ ഒരു പരാജയത്തിലേക്ക് പോകും? ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അനുസരിച്ച് BJPക്കാണല്ലോ ലീഡ് ഉണ്ട്. ലോക്കൽ ബോഡിയും 24-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതെ രാജീവാണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവനൊന്നും രാജീവ് ചന്ദ്രശേഖരന് കിട്ടില്ല, ശിവൻകുട്ടിക്ക് കിട്ടില്ല. അവരില് SDPI കിട്ടുമല്ലോ. 75% പേരും കോൺഗ്രസിനെ ചെയ്തുള്ളൂ. 25% പേര് ശിവൻകുട്ടിക്ക് ചെയ്യും. SDPIയുടെ വോട്ടും ഉണ്ട്. SDPIയുടെ വോട്ട് മുഴുവൻ കിട്ടും. SDPIക്ക് ഒന്നും അധികം വോട്ട് വരത്തില്ല. SDPI കൂടി വന്നാൽ ഒരു 3000 വോട്ട് കാണുമായിരിക്കും. കഴിഞ്ഞ തവണ ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3800 ആയിരുന്നു. അല്ല, 3000 വോട്ടിൽ കൂടുതലൊന്നും SDPI വരത്തില്ല. ബാക്കി മുസ്ലിങ്ങളൊക്കെ അങ്ങനെ അതിൽപ്പെടുന്നതല്ല. അവർ മുസ്ലിം ലീഗിന് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ കോൺഗ്രസിന് പോകും. ഈ നേമവും പാലക്കാടും പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് വേറെയുണ്ട്. BJPയുടെ വട്ടിയൂർക്കാവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവില് ഈ 3 സ്ഥാനാർത്ഥികൾക്കും ഈക്വൽ ചാൻസ് ആണ്. അതായത് മുരളീധരൻ പ്രശാന്തിനും ശ്രീലേഖയ്ക്കും ഒരേ സാധ്യതയാണ്. 3 പേരും പ്രഗത്ഭര് തന്നെ. അതെ, അതുകൊണ്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ലക്ഷണമൊത്ത ത്രികോണ മത്സരം നടക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. പിന്നെ ഉള്ളത് തൃശ്ശൂരിലാണ്. അതായത് 3 പേരും ഒരുപോലെ വരുന്നു. ബാക്കിയൊക്കെ ത്രികോണ മത്സരമായാലും ഒരുപോലെ വരത്തില്ല. ഈ പിന്നെ നേമത്ത് പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി വളരെ 25,000 കൂടുതൽ കിട്ടുകയില്ല. ഇതേ അവസ്ഥ തന്നെയല്ലേ കഴക്കൂട്ടത്ത് വരുമ്പോൾ? കഴക്കൂട്ടത്ത് ചിലപ്പോൾ 30,000 വരെ പോകും കോൺഗ്രസ്. കഴക്കൂട്ടത്തും കോൺഗ്രസ് അതീവ ദുർബലനല്ലേ? അതെ, എന്നാലും നേമത്ത് കിട്ടുന്നേ കൂടുതൽ കിട്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് കഴക്കൂട്ടത്ത് BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് അവിടെ കടകംപള്ളിക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശബരിമല വിഷയമായിരിക്കും. അതെ, ഹിന്ദുക്കളുടെ ശബരിമല വിഷയം ഒന്ന് പൊതുവേ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് എല്ലാ LDF സ്ഥാനാർത്ഥികളെയും ബാധിക്കും. ഈ 40,000-ന് മേലൊക്കെ കഴിഞ്ഞ ലീഡ് കിട്ടിയ മണ്ഡലങ്ങളെ LDF ഇത്തവണ വിജയിക്കുകയുള്ളൂ. 30,000-ന് മേലെ ഉള്ളത്. ബാക്കി അതിൽ താന്നുള്ളവരെ മിക്കവരും പരാജയപ്പെടും. 30,000-ന് മുകളിൽ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ ചുരുക്കമല്ലേ? അല്ല, ധാരാളം ഉണ്ട്. അല്ലാതെ ഉള്ളവർക്ക് വിജയിക്കാൻ പാടാണ്. അതുപോലെ BJPക്ക് കാട്ടാക്കടയിൽ സാധ്യത വരുന്നുണ്ട്. കാട്ടാക്കടയിലും ഈ 3 സ്ഥാനാർത്ഥികളും വിജയിക്കും. അതായത് കോൺഗ്രസ്, പിന്നെ BJP, CPM, ഈ 3 പേർക്ക് ഈക്വൽ ചാൻസ് ആണ് കാണുന്നത്. ആര് വേണേലും വിജയിക്കാം. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഇടം കൂടിയാണ് കാട്ടാക്കട. BJPക്ക് ലോക്കൽ ബോഡി തന്നെ 40,000-ൽ കൂടുതൽ വോട്ട്. ഈ 2 മുതൽ 10 വരെ പറഞ്ഞല്ലോ. ഇപ്പം അതില് നേമം, പാലക്കാട് ഉറപ്പ് പറഞ്ഞു. ബാക്കി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 സീറ്റ് ഏതൊക്കെയായിരിക്കും? ഒന്ന് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട 3-4 പൂഞ്ഞാറ്, PC ജോർജ് 4 പിന്നെ മഞ്ചേശ്വരം, കാസർഗോഡ്
6 പിന്നെ തൃശ്ശൂരും മണലൂരും 8 തൃശ്ശൂർ മണലൂര് അങ്ങനെ 2 8 10. ഇതില് ഏറ്റവും വലിയൊരു വിജയമായിരിക്കുമല്ലോ അത് ഈ പൂഞ്ഞാറില് PC ജോർജിന്റെ വിജയം ഉണ്ടായാല്. അതെ അതെ, അത് PC ജോർജിന്റെയും വലിയൊരു വിജയമായിരിക്കും, NDA മുന്നണിയുടെയും വലിയ വിജയമായിരിക്കും. വിജയമാണ്. എന്താ PC ജോർജിന് അങ്ങനെ ഒരു വിജയ സാധ്യത കാണുന്നത് എന്തുകൊണ്ടാണ്? 2016 LDFന്റെയും UDFന്റെയും BJPയുടെയും പിന്തുണ ഇല്ലാതെ 26,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ്, സമ്മതിച്ചു. അത് വിജയിക്കുമെന്ന് പറയാനൊരു കാരണം ഈ 2021 തന്നെ ഇദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് 42,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ BJPയുടെ വോട്ടും കൂടെ കിട്ടുമ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല, 100% ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, വിജയ സാധ്യതയുണ്ട്. പിന്നെ അവിടെ വിജയിക്കുന്നത് ഒന്നുകിൽ PC ജോർജ് അല്ലെങ്കിൽ LDFന്റെ സിറ്റിംഗ് MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. കോൺഗ്രസ് വിജയിക്കത്തില്ല അവിടെ. പിന്നെ തൃശ്ശൂരിൽ കാണുന്നത് ഏത് തരത്തില്? 3 പേർക്ക് ജയസാധ്യതയുണ്ട്. എവിടെ? തൃശ്ശൂർ ടൗൺ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ BJPയുടെ, പിന്നെ ഒരു പല്ലൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ, പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ CPIയുടെ. ഈ 3 പേരിൽ ആരും വിജയിക്കാം. അത് ലക്ഷണമൊത്ത ത്രികോണ മത്സരമാണ്. CPIക്ക് അല്പം വേരോട്ടമുള്ള ഇടമാണല്ലോ. CPIക്ക് ഒന്നും ഒരിടത്തും വേരോട്ടമൊന്നുമില്ല, അതൊക്കെ CPMന്റെ വഴിക്കാണ്. പണ്ട് CPIയുടെ ഒരു തട്ടകമായിരുന്നു. അത് കരുണാകരനെ തോൽപ്പിച്ചിട്ടില്ലേ VV രാഘവൻ? അതൊക്കെ LDFന്റെ കെയർ ഓഫ് ആയി. CPI എന്ന് ഒരിടത്തും ഇല്ലേ, CPM ആണ് ഇതിനകത്ത് ഉള്ളത്. അവര് ഇങ്ങനെ CPMന്റെ ബലത്തിലാണ്. അപ്പൊ CPIയുടെ ഭാവി കുറഞ്ഞു വരും. CPM ഇല്ലാതാവുമ്പോ ഇവരും ഇല്ലാതാവും, അതിന് മുമ്പേ ഇല്ലാതാവും, രണ്ടും ഒന്നിച്ചില്ലാതാവും. പിന്നെ നമുക്ക് കൊല്ലം ജില്ലയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ചാത്തന്നൂര് 2ാം സ്ഥാനത്ത് വരും BJP. 2ാം സ്ഥാനത്ത് വരുന്ന ഈ മണ്ഡലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു BJP ഇത് 2026 ഈ മത്സരം ഇവർക്കൊരു ട്രയൽ ആയിരിക്കാം. 2031 ആയിരിക്കും കുറെ കൂടെ കിട്ടും ഉന്നം വെക്കുന്നത്. 31 ഭരിക്കുക എന്നുള്ളതായിരിക്കും. അതൊന്നും കിട്ടത്തൊന്നുമില്ല. സീറ്റ് 2 അക്കം കടക്കും. അപ്പൊ 31 ഇവർക്ക് ഭരണം നേടാൻ പ്രയാസം കിട്ടത്തില്ല. ഇല്ല. 36 പ്രതിപക്ഷത്ത് വലിയ കക്ഷിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയോ ആയിട്ട് മാറും. അത് CPMന്റെ ശക്തി കുറയും തോറും BJPക്ക് വലുതാവാം. ഈ BJPയുടെ കേന്ദ്ര നേതൃത്വം വിചാരിച്ചിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കേരളത്തിൽ ചിലവാകത്തില്ല. കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശക്തരാണ്. അവരുള്ളിടത്തോളം കാലം ഇവർക്കൊരു വോട്ട് ബാങ്ക് കാണും. ചിലപ്പോൾ അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും കുറേ സീറ്റുകൾ കിട്ടും കോൺഗ്രസിനെ. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളമാക്കണം. അങ്ങനെയാണെങ്കിൽ ആ വിടവിൽ BJPക്ക് വളരാൻ പറ്റും. പക്ഷെ BJPയിൽ ഇപ്പോൾ ക്രൈസ്തവ മുഖങ്ങൾ തന്നെ ഇല്ലേ? ഇപ്പോൾ PC ജോർജ് ആയാലും ഷോൺ ജോർജ് ആയാലും കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും ഒക്കെ. അതുകൊണ്ട് ഇലക്ഷൻ വിജയിക്കാൻ പറ്റത്തില്ല, ഭൂരിപക്ഷമേ കിട്ടാനൊക്കെയല്ല. ഈ ഒരു കൂട്ടരുടെ തന്നെ വോട്ട് കൊണ്ട് പറ്റത്തില്ല. മൊത്തത്തിൽ എല്ലാ വിഭാഗത്തിലും വോട്ട് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പോലെ ഹിന്ദു വോട്ട് ഏകീകരിക്കണം. അതൊന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ. ഹിന്ദു വോട്ട് 3/4 പങ്കും BJPക്ക് കിട്ടിയതിനെ CPM ഇല്ലാതായിരുന്നെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 36 ഇവർ BJP പ്രതിപക്ഷത്ത് പ്രധാന കക്ഷിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയോ ആയിട്ട് മാറും. അത്രയും നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല അത് കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഈ തെരഞ്ഞെടുപ്പില് BJP അവരുടെ ശക്തി തെളിയിക്കും. ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ അത് ശക്തിയല്ലേ, ഒന്നുമില്ലാതെ. പിന്നെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എല്ലാ കാലത്തുമായിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അവർക്ക് ഇതിന്റെ ഒരു, പക്ഷേ പാർലമെന്റ് ഇലക്ഷൻ കിട്ടുന്നിടത്തോളം വോട്ടിംഗ് പെർസെന്റേജ് ഇപ്പം കിട്ടുകയില്ല, കുറയും.
പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഒരു 16-17% കിട്ടും. അല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിജയം ഇവർക്ക് പലയിടങ്ങളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചോദനമായിട്ട് മാറും എന്ന് തോന്നുന്നില്ലേ? അത് തിരുവനന്തപുരത്ത് ഗുണം ചെയ്യും. മറ്റു സ്ഥലങ്ങളിൽ ഇവിടുത്തെ വിജയമൊന്നും ബാധിക്കത്തില്ല. പിന്നെ ഇവര് കേന്ദ്രത്തിൽ ഭരണമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ശക്തി പ്രാപിക്കാം. അപ്പോൾ ഇതിപ്പോ ഈ മെട്രോ റെയിൽ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ അത് ഭരണത്തിൽ വരുമ്പം ചെയ്യുമെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിന്റെ ഭരണം കൊണ്ട് ഇവിടെ ഭരണത്തിൽ വരാതെ തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ പറഞ്ഞ റബ്ബറിന്റെ വില കൂട്ടുക, 50 രൂപ കൂട്ടിയാൽ മതി. അത് നല്ലപോലെ അനുകൂലമായിട്ട് ബാധിക്കും. ക്രൈസ്തവ വോട്ടുകൾ നന്നായിട്ട് സമാഹരിക്കാൻ പറ്റും. ക്രൈസ്തവരും എല്ലാ വിഭാഗത്തിലും. റബ്ബർ കർഷകരുടെ മുഴുവൻ വോട്ട് കിട്ടും. മുഴുവനും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു 5% വോട്ട് കൂടുതൽ കിട്ടിയവരെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മറിയാൻ ഇല്ലേ? ഈ 2 സീറ്റ് കിടക്കുന്ന ചിലപ്പോൾ 20 സീറ്റാവും. 5% വോട്ട് കൂടുതൽ കിട്ടിയ ഇല്ലേ? 20 സീറ്റ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മാറും. അതിന് ഇതുപോലുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ സമരങ്ങൾ ചെയ്യണം. അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും സമരം ചെയ്താലേ വളരത്തുള്ളൂ. ചെറിയ സൂത്രപ്പണി കൊണ്ടൊന്നും വളരത്തില്ല. ഉദാഹരണത്തിന് നേഴ്സുമാരിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളം വരണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ 24,000 ഒക്കെ ഉള്ളൂ. അതും കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. ആ നേഴ്സുമാരെന്നാൽ 5 ലക്ഷം പേരെങ്കിലും കാണും ഇല്ലേ കേരളത്തിൽ? ഈ 5 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബവും കൂടെ ആകുമ്പോൾ 15 ലക്ഷം ആവും. 15 ലക്ഷം നിസ്സാരമാണോ? വലിയ സംഖ്യയല്ലേ? ഇപ്പൊ BJPക്ക് ആകെ 32 ലക്ഷം കിട്ടുന്നുള്ളൂ കേരളത്തിലെ. അതൊന്നും പക്ഷെ ഇവർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കണം. പിന്നെ ഒരു വിഭാഗമുള്ളത് അൺഎയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപകർ. അവർക്ക് നക്കാപ്പിച്ച ശമ്പളമാണ് കൊടുക്കുക. അസംഘടിതമായിട്ട് നിൽക്കുകയാണ്. 10,000 കുറച്ച് ശമ്പളം കിട്ടുന്ന അധ്യാപകർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള EPF അതൊന്നും ഇപ്പോഴും ഇതിനകത്ത് തീരുമാനമായിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വേറൊരു വലിയ വിഭാഗമുണ്ട്, ഈ സെയിൽസ് ഗേൾ എന്നും പറഞ്ഞു. അവർക്ക് ഇരിക്കാൻ പോലും അനുവാദമില്ല. അത് അവരെ സംഘടിപ്പിച്ച് അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് വലിയ ഇതുപോലൊന്നും അല്ല, വലിയ വിഭാഗമാണ്. നേഴ്സുമാർ 5 ഉണ്ടെങ്കിൽ ഈ സെയിൽസ് ഗേൾ ചിലപ്പം 25 ലക്ഷം കാണും ഇല്ലേ? അവരുടെ കുടുംബവും കൂടിയാവും. അതൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കും ചെയ്യാവുന്നതാണ്. CPM ഇവരാരും ചെയ്യുന്നില്ല. ഈ പ്രസ്താവന യുദ്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ BJPയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.